നമസ്കാരം. വളരെ സെൻസിറ്റീവ് ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുനർജന്മത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പുനർജന്മമുണ്ടോ? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരീ ശയനം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിലെ വരികളാണിത്. സർവജ്ഞപീഠം കേടിയ ഒരു ആചാര്യവര്യൻ എന്തായാലും വെറും വാക്ക് പറയില്ലല്ലോ, അല്ലേ? ആയുർവേദ ശാസ്ത്രവും പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പുനർജന്മത്തെ ഉദ്ധരിച്ച് ഒരു ശ്ലോകം കാണാം. വാസാംശി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി ഗൃഹാനി ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹേ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പഴയ വസ്ത്രം ബഹിഷ്കരിച്ച് അല്ലെങ്കിൽ ത്യജിച്ച് പുതിയൊരു വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് പുതിയ ശരീരത്തിലോട്ട് പോകുന്നത്. അപ്പോൾ വിശ്വസിക്കേണ്ടി വരുമോ? പക്ഷെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അത് നമ്മളുടെ ചോയ്സാണ്. എന്തായാലും യാതൊന്നിന്റെയും അടിസ്ഥാനം നമ്മളുടെ വിശ്വാസങ്ങൾ മാത്രം അധിഷ്ഠിതമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതിനെ പറ്റിയുള്ള കൂടുതൽ തെളിവുകൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ വിഷയത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ആയുർവേദ ശാസ്ത്രത്തിൽ ഒരു ശിശുവിന്റെ ജന്മം തൊട്ട് തന്നെ പുനർജന്മത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നേ. സോ തുടർന്നുള്ള വീഡിയോകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.